2015 ജൂൺ 22-ന് ജപ്പാനിലെ ചെറിയൊരു നഗരത്തിൽ ഒരുപാട് ജനങ്ങൾ ഒത്തുചേർന്നു. അവരെല്ലാവരും ഒരു മരണം കാരണമായിരുന്നു ആ നാട്ടിൽ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നത്. പലരുടെയും മുഖത്ത് അഗാധമായ ദുഃഖം നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ പലരും വിങ്ങിപ്പൊട്ടിക്കൊണ്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാവരും കാണാനെത്തിയത് ഒരു പൂച്ചയുടെ മൃതദേഹമായിരുന്നു. എന്താണ് ആ പൂച്ചയ്ക്ക് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് വെറും ഒരു പൂച്ചയായിരുന്നില്ല, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പൂച്ചയായിരുന്നു. ആ പൂച്ച സാധാരണ ഒരു തെരുവിൽ ജനിച്ചു വളർന്ന് അവിടുത്തെ തന്നെ വലിയൊരു കമ്പനിയുടെ പ്രസിഡന്റ് വരെ ആയ ഒരു പൂച്ചയായിരുന്നു. മാത്രമല്ല, ആ നാടിന്റെ ഐക്കണായ ആ പൂച്ച കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആയിരുന്നു ആ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്വന്തം പേരിൽ ഒരു ട്രെയിൻ വരെയുള്ള ഒരു പൂച്ചയായിരുന്നു അത്. ആ പൂച്ചയുടെ പേര് ടാമ. ആ പൂച്ചയെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയാം. അതിനു മുമ്പ് ഓക്കെ ബോസ്, വെൽക്കം ബാക്ക് ടു ജി ബ്രോസ്. സ്ഥലം ജപ്പാനിലെ വക്കയാമ. അവിടെയുള്ള കിഷി റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 90 വർഷം പഴക്കം ചെന്ന ഒരു സ്റ്റേഷനായിരുന്നു. ആ സ്റ്റേഷനോട് ചേർന്ന കിഷി നദിക്കരയിൽ 1999 ഏപ്രിൽ 29 സുന്ദരിയായ ഒരു പെൺപൂച്ച ജനിക്കുന്നു. അതായിരുന്നു താമ. താമ ജനിച്ചത് ആ നദിയുടെ തീരത്താണെങ്കിലും അവരുടെ പ്രധാന കേന്ദ്രം ഈ റെയിൽവേ സ്റ്റേഷനെ ചുറ്റിപ്പറ്റിയായിരുന്നു. കാരണം ട്രെയിൻ കയറാൻ പോകുന്ന യാത്രക്കാരും അവിടുത്തെ ജീവനക്കാരുമായിരുന്നു ഈ പൂച്ചകൾക്ക് പ്രധാനമായിട്ടും ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പൂച്ച ഫാമിലി ആ സ്റ്റേഷന്റെ പരിസരം അവരുടെ ടെറിട്ടറി ആക്കിയിട്ട് ജീവിച്ചു പോന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ റെയിൽവേ സ്റ്റേഷനിലെ എംപ്ലോയി ആയ തൊഷിക്കോ കൊയാമ താമയെ ദത്തെടുത്ത് വളർത്താൻ ആരംഭിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2004 ആ കമ്പനി ഒരു തീരുമാനമെടുക്കുന്നത്. ഈ കിഷി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ കമ്പനിക്ക് വിചാരിച്ച മാതിരി ലാഭമൊന്നും ലഭിക്കുന്നില്ല. മാത്രമല്ല, ആ കമ്പനിക്ക് വലിയൊരു നഷ്ടം ഈ റെയിൽവേ സ്റ്റേഷൻ കാരണം സംഭവിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ 90 വർഷം പഴക്കമുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായിട്ട് അടച്ചിടാൻ വേണ്ടി ആ കമ്പനി തീരുമാനിക്കുകയാണ്. എന്നാൽ ഇതിനെതിരെ ആ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങൾ പ്രതിഷേധം അറിയിക്കുകയാണ്. അങ്ങനെ ജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കിയിട്ട് ആ കമ്പനി റെയിൽവേ സ്റ്റേഷൻ അടച്ചു മൂടാനുള്ള തീരുമാനം ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2007 ആയപ്പോഴേക്കും ഈ കമ്പനിക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമാനമൊന്നും ലഭിക്കാത്ത ഒരു അവസ്ഥയായി. മാത്രമല്ല, വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ആ സ്റ്റേഷൻ കാരണം കമ്പനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ ആ സ്റ്റേഷൻ അടച്ചു മൂടിയിടാനും സാധിക്കില്ല. അതുകൊണ്ട് കമ്പനി മറ്റൊരു തീരുമാനം എടുക്കുകയാണ്. ആ സ്റ്റേഷനിലുള്ള പകുതിയിലധികം പേരെ കമ്പനി പിരിച്ചുവിടുന്നു. കുറച്ച് തൊഴിലാളികളെ മാത്രം നിർത്തി ആ സ്റ്റേഷൻ റൺ ചെയ്യാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ തന്നെയാണ് ആ സ്റ്റേഷനിലൂടെ മറ്റൊരു റെയിൽപാത കൂടി പുതുതായിട്ട് പണിയാൻ ആരംഭിക്കുന്നത്. ഈ റെയിൽപാത കടന്നു പോകുന്നത് ആ പൂച്ചകൾ ജീവിക്കുന്ന ഏരിയയിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ആ പൂച്ചകളെ അവിടെ നിന്നും ഒഴിവാക്കുന്നുണ്ട്. എന്നാൽ ഇതറിഞ്ഞ കിയാമ അവരുടെ പെറ്റായ താമയെ ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അവരുടെ പ്രസിഡന്റായ മിസ്തുനൊബു കൊജിമയോട് അപേക്ഷിക്കുന്നുണ്ട്. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയ പ്രസിഡന്റ് ആ പൂച്ചയെ അവിടെ തന്നെ താമസിക്കാനുള്ള അനുവാദവും കൊടുക്കുന്നുണ്ട്. പക്ഷെ അയാൾ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. താമയെ ആ റെയിൽവേ സ്റ്റേഷനിൽ ജീവിക്കാൻ അനുവദിക്കുക മാത്രമല്ലാതെ താമയെ ആ റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് നിയമിക്കുന്നുണ്ട്. എന്ത്, ഒരു പൂച്ചയെ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് നിയമിക്കുകയെ? ഒരു കൗതുകം നിങ്ങൾക്കിപ്പോ തോന്നിയില്ലേ? ഈ കൗതുകം തന്നെയായിരുന്നു ആ പ്രസിഡന്റ് ഉന്നമിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അയാൾക്കപ്പോൾ ഒരു മാർക്കറ്റിംഗ് ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഈ പൂച്ചകളെ എന്തുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് എക്യുപ്മെന്റ് ആയിട്ട് ഉപയോഗിച്ചുകൂടാ എന്ന് അയാൾ ചിന്തിച്ചു. അയാൾ അത് നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ അതുവരെ സാധാരണ പൂച്ചയായിരുന്ന താമ 2007 കിഷി റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്യുകയാണ്. സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്ത താമയ്ക്ക് എന്തായിരുന്നു ജോലി എന്ന് ചോദിച്ചാൽ, സ്റ്റേഷനിലേക്ക് വരുന്ന യാത്രക്കാരെ അഭിവാദ്യം ചെയ്യലായിരുന്നു താമയുടെ ഏക ഒരു ജോലി. യാത്രക്കാർ കയറി വരുന്ന സ്ഥലത്ത് നിർമ്മിച്ച ഒരു പ്രത്യേക തൂണിൽ കയറിയിരുന്ന് യാത്രക്കാരെ നോക്കി മ്യാവു മ്യാവു എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ജോലി താമ വളരെ വൃത്തിയായി വളരെ ഭംഗിയായി ചെയ്യുകയും ചെയ്തു. സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോയിൻ ചെയ്ത താമയ്ക്ക് കമ്പനി സാലറി ആയിട്ട് വാഗ്ദാനം ചെയ്തത് ജീവിതകാലം മുഴുവനുള്ള കാറ്റ് ഫുഡ് ആയിരുന്നു. മാത്രമല്ല, താമയുടെ കഴുത്തിൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്വർണ്ണ ടാഗ് അണിയിച്ച് അതിൽ താമയുടെ പേരും താമയുടെ പൊസിഷനും എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ വന്ന ഒരു യാത്രക്കാരൻ ഈ സ്വർണ്ണ പതക്കവും അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം കമ്പനി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി താമയുടെ കഴുത്തിലിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, താമയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു തൊപ്പി കമ്പനി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ തൊപ്പി ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഏകദേശം 6 മാസക്കാലം എടുത്തു എന്നാണ് പറയുന്നത്. ഈ തൊപ്പിയും വെച്ച് കഴുത്തിൽ ഒരു ടാഗും ഇട്ട് കിഷി റെയിൽവേ സ്റ്റേഷനിൽ
ഒരു പൂച്ച സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോലി നോക്കുന്നുണ്ട് എന്ന വിവരം ജപ്പാനിൽ ഒന്നാകെ പടരാൻ ആരംഭിച്ചു. ഇത് കാണാനായിട്ട് ഒരുപാട് ജനങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനും ആരംഭിച്ചു. അങ്ങനെ 90 വർഷമായിട്ട് ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യം ഒരു പൂച്ച വെറും മാസങ്ങൾ കൊണ്ട് സാധിച്ചെടുക്കുകയാണ്. അതുവരെ ജപ്പാൻ ജനത തിരിഞ്ഞു നോക്കാത്ത ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരുപാട് ജനങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങി. ആ ഒരു വർഷം മാത്രം 17% ജനങ്ങളാണ് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂടുതലായിട്ട് എത്തിയത്. ഇത് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ലാഭം കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തു. മാത്രമല്ല, താമയെ കാണാനായിട്ട് ആ നഗരത്തിൽ ഒത്തുകൂടിയ ജനങ്ങൾ ഭക്ഷണം കഴിക്കാനും താമസിക്കാനുമായിട്ട് ഹോട്ടലുകളിൽ കയറി. ഇത്തരത്തിൽ ആ നാട്ടിലേക്കും വലിയ രീതിയിൽ ലാഭം കൊണ്ടുവരാൻ താമയ്ക്ക് സാധിച്ചു. അങ്ങനെ താമ 1.1 ബില്യൺ ബിസിനസ്സാണ് ആ നഗരത്തിന് വേണ്ടി ചെയ്തു കൊടുത്തത് എന്നാണ് ഒരു കണക്കുള്ളത്. മാത്രമല്ല, അതുവരെ ആരും അറിയാതെ കിടന്ന കിഷി റെയിൽവേ സ്റ്റേഷനും ആ നാടും താമ ആ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിച്ചു എന്ന് വേണം പറയാൻ. താമ വർക്ക് ചെയ്യുന്ന റെയിൽവേ കമ്പനിയിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർക്ക് ടോപ്പ് സ്റ്റേഷൻ റണ്ണർ എന്ന ബഹുമതി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആ വർഷം അത് ലഭിച്ചത് താമയ്ക്കായിരുന്നു. സാധാരണ ഈ അവാർഡിന് അർഹനായ എംപ്ലോയിക്ക് ക്യാഷ് പ്രൈസ് ആയിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ താമയ്ക്ക് ഇവിടെ കൊടുത്തത് വലിയ ഒരു ഞണ്ടിന്റെ കാല് വേവിച്ച് അത് ആ കമ്പനിയുടെ പ്രസിഡന്റ് നേരിട്ട് വന്ന് താമയ്ക്ക് വിളമ്പി കൊടുക്കുകയാണ് ചെയ്തത്. 2008 കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെച്ച താമ ആ വർഷത്തെ സൂപ്പർ സ്റ്റേഷൻ മാസ്റ്റർ എന്ന പദവിയും നേടിയെടുക്കുകയുണ്ടായി. സൂപ്പർ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിലെ മാനേജറിന് തുല്യമായ പദവിയായിരുന്നു. അങ്ങനെ ആ കമ്പനിയിലെ മാനേജർ പദവിയിലെത്തുന്ന ആദ്യത്തെ സ്ത്രീയായും താമ മാറി. അതുപോലെ തന്നെ താമയുടെ ഈ പ്രമോഷൻ ആ കമ്പനിയും ഒരു പ്രമോഷനാക്കി എടുക്കുകയുണ്ടായി. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, താമയുടെ ഈ പ്രമോഷനെ കമ്പനി വലിയ രീതിയിൽ പരസ്യം ചെയ്തു. ഈ പ്രമോഷൻ കാണാൻ വേണ്ടി മാത്രം 300-ലധികം ജനങ്ങളാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തടിച്ചുകൂടിയത്. താമയ്ക്ക് ഈ പ്രമോഷൻ ലഭിക്കുന്ന സമയത്ത് താമയുടെ കഴുത്തിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയതും നീല ഷെയ്ഡ് കൊണ്ട് സൂപ്പർ എന്നതിന്റെ ഷോർട്ട് ഫോമായ എസ് എഴുതിയ ഒരു തങ്കപ്പതക്കം അണിയുകയുണ്ടായി. മാത്രമല്ല, ഈ പൊസിഷനിൽ ഇരിക്കുന്ന താമയ്ക്ക് 3 അസിസ്റ്റന്റുകളെ കൂടി കമ്പനി നിയമിച്ചു കൊടുത്ത്. അതിൽ 2 പേര് പൂച്ച അസിസ്റ്റന്റുകളായിരുന്നു. മറ്റേ ഒരാള് ഒരു ഹ്യൂമൻ അസിസ്റ്റന്റും. ഈ പൂച്ച അസിസ്റ്റന്റ് എന്ന് പറഞ്ഞത് താമയുടെ സഹോദരിയും അമ്മയും തന്നെയായിരുന്നു. അതുപോലെ തന്നെ സ്ഥാനം കയറ്റം കിട്ടിയ താമയ്ക്ക് സ്വന്തമായി ഒരു എക്സിക്യൂട്ടീവ് റൂമും കമ്പനി നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ തന്നെ പഴയ ഒരു ടിക്കറ്റ് കൗണ്ടർ നവീകരിച്ച് താമയ്ക്ക് മാത്രമായുള്ള ഒരു റൂമാക്കി കൊടുക്കുകയും ചെയ്യുന്നു. താമ എന്നൊരൊറ്റയാൾ ആ നാടിന്റെ മുഖഛായ തന്നെ മാറ്റി. ആ നാട്ടിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്താൻ തുടങ്ങി. ഇതെല്ലാം പരിഗണിച്ച് ആ നാട്ടിലെ ഗവർണർ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനായി താമയ്ക്ക് നൈറ്റ് പട്ടം കൊടുത്ത് ആദരിക്കുകയുണ്ടായി. എന്നാൽ താമയ്ക്ക് നാട് കൊടുത്ത ആദരവിനേക്കാൾ വലുതായിരിക്കണം കമ്പനി കൊടുക്കുന്ന ആദരവ് എന്ന് പറഞ്ഞ് താമയുടെ പേരിൽ ഒരു ട്രെയിൻ വരെ കമ്പനി ഇറക്കുകയുണ്ടായി. താമയുടെ ഫോട്ടോകളും താമയുടെ വെങ്കല പ്രതിമകളും താമയുടെ കാർട്ടൂൺ ചിത്രങ്ങളും വെച്ച പൂച്ചയുടെ ചെവിയുള്ള ഒരു മനോഹര ട്രെയിൻ. ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കുട്ടികൾ വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. ആ രീതിയിലും കമ്പനി ഒരുപാട് പൈസ ലാഭം ഉണ്ടാക്കി. അങ്ങനെ പടിപടികളായി ഉയർന്ന് താമ 2010 ആ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ഓഫീസറായി സ്ഥാനമേറ്റു. ഒരു റെയിൽ റോഡ് കോപ്പറേറ്റീവിന്റെ എക്സിക്യൂട്ടീവ് ആവുന്ന ആദ്യ പൂച്ചയായിരുന്നു താമ. താമയുടെ ആത്മാർത്ഥ സേവനവും കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്ത ലാഭത്തിന്റെയും ബഹുമാനാർത്ഥം കിഷി റെയിൽവേ സ്റ്റേഷൻ താമയുടെ മുഖത്തിനോട് സാമ്യമുള്ള രീതിയിൽ പുതുക്കി പണിയുകയുണ്ടായി. പിന്നീടും താമ പടിപടികളായി ഉയർന്ന് മാനേജിംഗ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സ്ഥാനമേറ്റു. അതായത് ആ കമ്പനിയിലെ 3ാമത്തെ ടോപ്പ് പൊസിഷനിലെത്തി താമ. അതായത് താമയ്ക്ക് മുകളിൽ മാനേജിംഗ് ഡയറക്ടറും അതിനു മുകളിൽ പ്രസിഡന്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2013 താമയ്ക്ക് ആ കമ്പനിയുടെ പ്രസിഡന്റായിട്ട് സ്ഥാനക്കയറ്റം ലഭിക്കുകയാണ്. ഈ സ്ഥാനക്കയറ്റത്തിന് ശേഷം താമ ആഴ്ചയിൽ 4 ദിവസം മാത്രം യാത്രക്കാരെ കാണുവാനായിട്ട് ഇരിക്കാൻ തുടങ്ങി. ബാക്കി ദിവസങ്ങളിൽ താമയെ കാണാനുള്ള അധികാരം യാത്രക്കാർക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല, താമയുടെ പ്രായവും വല്ലാണ്ട് വർദ്ധിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2015 ജൂൺ 22 വക്കയാമ മൃഗാശുപത്രിയിൽ വെച്ച് താമ ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു. താമയുടെ മരണവാർത്ത അറിഞ്ഞ് ആയിരക്കണക്കിന് ആരാധകർ വക്കയാമയിലേക്ക് ഒഴുകിയെത്തി. അവരിൽ പലരും താമയെ കണ്ട് കരയുന്നുണ്ടായിരുന്നു. പലരുടെയും മുഖത്ത് അഗാധമായ ദുഃഖം നമുക്ക് കാണാനും സാധിക്കുമായിരുന്നു. താമയെ അവരുടെ ആചാരപ്രകാരം അടക്കം ചെയ്യുകയും 50 ദിവസം ദുഃഖാചരണം ആചരിക്കുകയും ചെയ്തു. അതിനുശേഷം താമയുടെ പൊസിഷനിലേക്ക് മറ്റൊരു പൂച്ചയെ അവർ നിയമിക്കുകയും ചെയ്തു. എന്നാൽ താമയുണ്ടാക്കിയ പ്രശസ്തിയും താമ ആ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്ത ലാഭവും അതിനുശേഷം വന്ന ഒരു പൂച്ചകൾക്കും ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. താമയുടെ മരണാനന്തരം
ഓണററി എറ്റേണൽ സ്റ്റേഷൻ മാസ്റ്റർ എന്ന പദവി കൊടുത്ത് താമയെ ബഹുമാനിക്കുകയുണ്ടായി. ഇന്ന് നിങ്ങൾ ജപ്പാനിൽ പോയാൽ കിഷി റെയിൽവേ സ്റ്റേഷനിൽ താമയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച വെങ്കല തൂണും താമയുടെ ജീവചരിത്രം പറയുന്ന വെങ്കല പലകയും താമയുടെ ചിത്രങ്ങളും ജീവിതക്കുറിപ്പുകളും കാണാവുന്നതാണ്. മാത്രമല്ല, പൂച്ചകൾക്കായുള്ള അമ്പലത്തിൽ താമയെ ഒരു പ്രതിഷ്ഠയാക്കി പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നു. ഓരോ വർഷവും താമയുടെ ചരമ ദിവസത്തിൽ ആ അമ്പലത്തിൽ പോയി ഈ കമ്പനിയുടെ പ്രസിഡന്റ് വഴിപാടുകൾ നടത്താറുണ്ട്. ഈ കഥകൾ കേട്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്കും ഒരു നല്ല സമയം വരും. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക, പ്രയത്നിക്കുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ രക്ഷപ്പെടാൻ കാശുകാരനായി ജനിക്കേണ്ട ഒരാവശ്യവുമില്ല. ഓക്കെ ബ്രോസ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.